मेरे प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा खुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ മക്കളും നാളത്തെ ക്രിസ്മസ് ഉറുദു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയാക്കാം നമുക്ക്. അപ്പൊ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അൻസാറിന് അറിയാം. നമുക്ക് നോക്കാം, നാളത്തെ പരീക്ഷയിൽ നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കിസാൻ സെ ചന്ദ് സവാലാത്ത്. എന്താ കിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകനാണ് അല്ലെ. അപ്പൊ കർഷകനുമായി ബന്ധപ്പെടുത്തിയിട്ട് ചന്ദ് സവാലാത്ത്, നമുക്കൊരു കർഷകൻ ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് സവാലാത്ത് എന്ന് പറഞ്ഞാൽ ചോദ്യം. അപ്പൊ ഒരു കർഷകനോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഗോവിന്ദ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കർഷകൻ, ഗോവിന്ദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചന്ദ്രൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കർഷകനുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഏതെല്ലാം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. 5 മാർക്കായിരിക്കും പരീക്ഷയ്ക്ക് നമ്മളെ തേടിയെത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം ഒരു കർഷകനോട്, ഏതൊരു കർഷകനായിക്കോട്ടെ, പേര് ചിലപ്പോൾ പല പേരുകളിലുള്ള കർഷകനായിരിക്കും, പക്ഷെ ഏതൊരു കർഷകനോട് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അൻസാർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്റെ മക്കൾ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം, ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ആദ്യം തന്നെ നമുക്ക് ചോദിക്കാം. ആപ് ക്യാ ക്യാ ഗേത്തി ബാടി കർത്തേ ഹൈ അല്ലെ. ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. എന്താണത്? എന്തെല്ലാം എന്നാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് അല്ലെ. പല തരത്തിലുള്ള കൃഷികൾ ഉണ്ടാവും. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്നായിട്ട് ചോദിക്കാം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും, ആപ്കാ പസന്ദീദ ഗേത്തി ബാടി ക്യാ ഹേ അല്ലെ. ആപ്കാ പസന്ദീദ, പസന്ദീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട അല്ലെ, ഇഷ്ടപ്പെട്ട ഗേത്തിബാടി കൃഷി ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ കൃഷി ചെയ്യുന്നതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി ഏതാണ് നമുക്ക് ചോദിക്കാം. അപ്പൊ 2 ചോദ്യമായി. മൂന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ആപ്കോ ഖാദ് കഹാം സേ മിൽത്താ ഹൈ. ഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമാണ് അല്ലെ. അപ്പം താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഖാദ് എന്ന് പറഞ്ഞാൽ വളം, കഹാം സേ എവിടെ നിന്ന്, കഹാം സേ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ ഓർത്തു വെച്ചോ, എവിടെ നിന്ന്, എവിടെ നിന്ന്, മിൽത്താഹേ ലഭിക്കുന്നത്, ലഭിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് ആവശ്യമായ വളം അല്ലെ, നല്ല അടിപൊളിയായിട്ട് കൃഷി വളരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വളം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമുക്ക് ചോദിച്ചൂടെ. അപ്പൊ 3 ചോദ്യമായി അല്ലെ. എന്നിട്ട് പിന്നെ ചോദിക്കാം, ആപ് കിത്നെ സാൽ സേ ഗേത്തി കർത്തേ ഹൈ. നിങ്ങൾ എത്ര വർഷമായി, കിത്തിനെ സാൽ എന്ന് പറഞ്ഞാൽ എത്ര വർഷം, നിങ്ങൾ എത്ര വർഷമായി ഗേത്തി കർത്തേഹെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെ. അപ്പൊ ഓരോ കർഷകൻ 7, 8, 30, 50 വർഷമായ കർഷകന്മാർ വരെ നമുക്ക് നമ്മുടെ പരിധിയിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എത്ര വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട്, എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ചോദിച്ചൂടെ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കേ, ഫസ്ല് കബ് കാട്തേ ഹൈ അല്ലെ. എപ്പോഴാണ് വിളവെടുക്കുന്നത്? കബ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. എപ്പോൾ, എപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിളവെടുപ്പ് നടത്തുന്നത് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം, ഗേത്തി കെലിയെ അച്ചേ ബീച്ച് കഹാം സേ മിൽത്താ ഹേ അല്ലെ. ബീച്ച് എന്ന് പറഞ്ഞാൽ വിത്താണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അല്ലെ, അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് കൃഷിക്ക് നല്ല വിത്തുകൾ, നല്ല വിത്തുകൾ, കിത്തിനെ കെലിയെ അച്ച, നല്ല വിത്തുകൾ അല്ലെ നിങ്ങൾക്ക് കഹാം സേ മിൽത്താ ഹേ എവിടെ നിന്നാണ് ലഭിക്കുന്നത്. മിൽത്താ ഹേ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നല്ല വിത്തുകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പല ഉത്തരങ്ങൾ ഉണ്ടാകും അല്ലെ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും വാങ്ങിയെന്ന് പറയാം, ഒക്കെ പറയാം. അപ്പൊ ഉത്തരം നമ്മൾ കണ്ടെത്തുന്ന ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല കണ്ണിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവസാനമായിട്ട് ചോദിക്കാം, ഗേത്തി കെലിയെ ക്യാ ഖാദ് ഇസ്തിമാൽ കർത്തേ ഹൈ അല്ലെ. കൃഷിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, ഏത് തരത്തിലുള്ള വളങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളമാണ് അല്ലെ. ഇസ്തിമാൽ കർത്തേ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അപ്പൊ കൃഷിക്ക് നിങ്ങൾ ഏത് വളമാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ഏത് വളമാണ് നിങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഏകദേശം 1 2 3 4 5 6 7 7 എണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ പറഞ്ഞിട്ട്, ഇതിലൊരു 5 എണ്ണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ 4 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക. നിങ്ങൾ 4 5 മാർക്കിന് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഉറുദുവിന്റെ ചോദ്യ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ഏതാണോ പഠിക്കാൻ കഴിയുന്നത് ആ ചോദ്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. നിങ്ങളോട് എന്ത് ചെയ്യും, പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്കൊക്കെ പഠിക്കുക. നമ്മുടെ ലൈവുകളൊക്കെ വരുന്നുണ്ട്, ലൈവുകളൊക്കെ കൃത്യമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം, ആ ലൈവുകളിലൊക്കെ പങ്കെടുക്കണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന SSLC ഉറുദു പരീക്ഷ സെറ്റ് ആക്കാം. അഗല വീഡിയോ में सरफुर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.